അപ്പൊ നമ്മള് തിരിച്ചു പോകാൻ പോവാണ്. ചെറിയ അധികം സംസാരിക്കാൻ പറ്റില്ല. ഈ നെഞ്ചിന്റെ അവിടെ ഇവിടെ 3 ക്രാക്ക് ഉണ്ടല്ലോ, അപ്പൊ അവിടെ ചെറിയ വേദന ഉണ്ടാവും. നമ്മൾ ഇന്ന് വെളുപ്പിനത്തെ ഫ്ലൈറ്റിൽ ആണ് നാട്ടിലേക്ക് പോകണം. വേദന ഉണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും നിസാമുക്ക് ഇവിടെ കിടപ്പുണ്ട്. രണ്ടുപേരും അതാ പെയിൻ കില്ലർ പറഞ്ഞു തരട്ടെ. നമ്മള് പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകണം. അപ്പൊ എനിക്ക് അധികം പെയിൻ കില്ലർ കഴിക്കാൻ പറ്റില്ല. എന്നാലും ചെറിയ ഡോസിൽ ഞാൻ കഴിക്കണ്ട, അല്ലാണ്ട് പറ്റില്ല. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോവാണ്. വെളുപ്പിന് 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ നമ്മുടെ ചേട്ടന്മാരുണ്ട് ഇവിടെ ഹൗസ് കീപ്പിങ്ങില. അവരാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ സഹായിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോകുന്നത് വീൽ ചെയറിലാണ്. അപ്പൊ വീൽ ചെയറിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ സാധാരണ പോകുന്ന പോലെ അല്ല. കുറച്ച് പരിപാടിയൊക്കെ നമ്മൾ പോയിട്ട് എക്സ്ട്രാ ചെയ്യണം. കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങും. എന്തായാലും നമ്മൾ തിരിച്ചു പോകുന്നത് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും വീഡിയോസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ അതൊക്കെ അധികം വർത്താനൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു വീഡിയോ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് റീലും സാധനങ്ങളൊക്കെ ഈ കവറിൻ്റെ അകത്ത് ഇരിക്കണം. അത് തുണിയുടെ അകത്ത് പൊതിഞ്ഞ് എന്തെങ്കിലും വെക്കണം. നമ്മള് ഈ 10 ദിവസം ഇവിടെ താമസം നമുക്ക് എന്താ പറയാ, സഹായിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ അനന്തപുരിയുടെ സ്റ്റാഫുകൾ ഒരുപാട്, നമ്മുടെ സ്റ്റാഫുമാർ ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ സ്റ്റാഫാണെങ്കിലും ഫുഡ് കൊണ്ടുവന്ന ചേട്ടനാണ്. പുള്ളി വന്നിട്ട് ചോദിക്കും നമ്മളോട് ഫുഡ് ഏത് വേണമെന്ന്. എന്നിട്ട് അതനുസരിച്ച് പുള്ളി താഴ്ത്തോട്ട് എടുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ വേണം. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നു. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി, പ്ലെയിനിൽ കയറാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണം. പുള്ളി നിൽക്കണം. ഈ ചേട്ടായിയാണ് നമ്മുടെ ഓർഡർ. പുള്ളി പാട്ടൊക്കെ പാടും, നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്നത്. ഞങ്ങൾ ആഘോഷം പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എനിക്കറിയില്ല. പുള്ളി നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ റൂമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയൊക്കെ മുൻകൈ എടുത്ത് നിന്ന് വെച്ച ആളാണ്. പിന്നെ നമ്മുടെ ഷെഫും അവരൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് താഴ്ത്തുന്ന നമ്മളെപ്പോഴും കണ്ടോണ്ടിരിക്കും. നമ്മൾ ബോറടി ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ബോറടി ഒന്നും ഇല്ലല്ലോ, ഫോണുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കുത്തി ഇരിക്കും. വേദന ഉള്ളതുകൊണ്ട് അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഗൾഫിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഗൾഫുകാരൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി സാറ് ഞങ്ങൾക്കൊരു ബോക്സിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതില് പേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കണേ. നിസാം വ്ലോഗ്സ് എന്നും പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ് എഴുതിപ്പിക്കുന്നുണ്ട് പുള്ളി. ആരെങ്കിലും ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. അതന്നെ. വീഡിയോ ഇറക്കാൻ ഇനി കുറച്ചു കാലത്തേക്ക് പറ്റുമെന്ന് സത്യം. പിന്നെ നമ്മുടെതിൽ എന്താണ് എഴുതണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ നിങ്ങക്ക് നോക്കുമ്പോ അറിയാം. സംഗതി വേറൊരു കോമഡി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്, ഷർട്ടും ഇതൊക്കെ കണ്ട അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, അതായത് ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ തന്നെ തേച്ച് മടക്കി വെച്ച പോലെ തന്നെ ഇരിക്കുന്നു. കണ്ട പാൻറ്റും എല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ നമ്മൾ 1-2 ബനിയൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അവൻ നേരെ ട്രിപ്പൊക്കെ പോയില്ല. അതുകൊണ്ട് ഒരു മുണ്ട്, വെള്ളമുണ്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടിട്ട് അലക്കണ്ട. അപ്പോഴത്തേനും നമ്മുടെ ഷെഫ് നമ്മുടെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. റോബിൻ സാർ. അപ്പോൾ പുള്ളിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകണം. അപ്പം നമുക്ക് ഇത്രയും ദിവസം നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ മുമ്പിൽ നിന്ന പുള്ളിയാണ്. ഇദ്ദേഹം മാത്രമല്ല, പിറവൊക്കെ നമ്മുടെ അടുത്ത് തന്നെയാണോ? ഇത് കോട്ടയം എവിടെയാണ് നമ്മുടെ പാല. അനീഷേട്ടൻ, ഇത് നമ്മുടെ ചേട്ടൻ, പുള്ളിയാണ് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് തന്നത്. ഇവര് മാത്രമല്ല, വേറെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കാം. അപ്പൊ ഇത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പിന് കാണാം. അടുത്ത ട്രിപ്പിന് എന്നാണ് പറഞ്ഞത്. അതെ, എബിൻ ചേട്ടൻ നല്ല പാട്ട് പാടുന്ന. അപ്പൊ ഈ ഒരു ചെറുതായിട്ടൊരു പാട്ട് ഇതാണ് 8 പൊടി 8 മറ്റേ അനുവല്ല വീല് പിടിച്ചാൽ മതി. ഗമ്മപ്പ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി
അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരൂ. അല്ല, പുള്ളിയുടെ ലുക്കും പുള്ളിയുടെ ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് പുള്ളി പണ്ടേ സിനിമയിൽ പാടേണ്ട ആളാണ്. നമ്മള് ഇവിടെ തീർച്ചയായിട്ടും കയ്യും പണ്ടേ കാലും പാടുന്ന ആൾ തന്നെയാണ്. പരിപാടി അപ്പൊ എന്തായാലും നമ്മളെയൊക്കെ ഇവിടെ ഈ ഇത്ര പ്രാവശ്യം ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്ന പോട്ടെ, അടുത്ത പ്രാവശ്യം വന്നിട്ട് ഇതൊന്നും നമ്മള് തകർക്കുന്നതായിരിക്കും. പുള്ളിനെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ച് തകർക്കണം. കുറെ പ്ലാനൊക്കെ ഉണ്ടാവും. എനിക്കറിയാം. അപ്പൊ ഇനി ഞങ്ങള് റെഡി ആയിട്ട് നമ്മള് എയർപോർട്ടിലേക്ക് പോകണേണ്ട. ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണ്ട റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സിന്റെ പുറത്തൊക്കെ ഇട്ടിട്ടാണ്. അപ്പൊ നിസാംഖാന വീൽ ചെയറിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയാണ് നോക്കണം. നോക്കട്ടോ. ആരെങ്കിലും മേത്ത് പിടിച്ചാല് ബാലൻസ് പോവും. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ട് പതുക്കെ കുത്തിയിട്ട് വീൽ ചെയറിലേക്ക് പുള്ളിക്ക് ഇരിക്കാൻ പറ്റും. പുള്ളീനെ വീൽ ചെയറിലിരുത്തി തള്ളിക്കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. പക്ഷെ അത് നടന്നില്ല. പുള്ളി തന്നെ നടന്നു പോകും എന്നാണ് പറയണ. നടന്ന് വ്ലോഗ് ചെയ്തിട്ടുണ്ടാ പോണ അടാ, എന്താ പറയാ. അപ്പൊ ഇനിയിപ്പോ ഞാന് വീൽ ചെയറിൽ ഞാൻ അങ്ങോട്ട് വരാം, കുഴപ്പമില്ല. ആ, നല്ല ഹൈ ഡോസ് സാധനം അടിച്ചു കാണാം. വലിയ വേദന ഒന്നുമില്ല. ഇപ്പൊ ഞാനും വീൽ ചെയറിൽ കയറിയിട്ട് പതുക്കെ അങ്ങോട്ട് പോവാൻ പോണേ. പൊക്കം വേണമെന്നുണ്ടെങ്കിൽ തലാൻ ഇട്ട് തരാം. ഇതുമേലെ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ മതി. കാര്യം അത് എന്നിട്ട് ആ കാലെടുത്ത് അതിന്റെ മുകളിലേക്ക് വെച്ചു. ആ ഓക്കെ കേട്ടോ. ഓക്കെ, കാലിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് പോണേ. ഞാൻ പിന്നെ വീൽ ചെയറിലൊക്കെ ഇരുന്ന് ഒരുപാട് ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പുതുമയായിട്ടുള്ളൊരു അനുഭവം അല്ല വീൽ ചെയർ. പോയാ പുള്ളി പോയാ ലിഫ്റ്റിന് കയറ്റി വിട്ടോ? അവിടെ നമ്മൾ അത്ര ദൂരം പോക്കും നടക്കല്ലേ ഇതുപോലെ. റൂമിലുണ്ടോ നോക്കിയാൽ മിസ്സായാലും നേരെ ലിഫ്റ്റിലേക്ക് കയറിയിട്ട് പോകണം. ഇറങ്ങട്ടെ എടാ ഹോൾഡാ. പുള്ളി കയറി. അങ്ങനെ നീണ്ട് പിടിച്ചിട്ടുണ്ടേ. ചുമ്മാ പിടിച്ചാൽ നമുക്ക് വണ്ടി കയറിയിട്ടുണ്ട്. ഇനിയിപ്പം എന്നെയും കയറ്റണം. അപ്പൊ വേറൊരു വണ്ടിയിലായിരിക്കും. ഞങ്ങൾ 2 വണ്ടിയിലായിരിക്കും കയറുമ്പോ. കിട്ടാൻ പറ്റില്ല. വക്കലാണ് ഒക്കെ അതൊരു ഇച്ചിരി ഇറക്കി വെച്ച് കൊടുത്തു. ഒന്ന് പിടിച്ചോ. അങ്ങോട്ട് പോരും. വണ്ടി പിടിച്ചിട്ടുണ്ട്.
മതി. അപ്പൊ കാണാം കേട്ടോ. അപ്പൊ എല്ലാരോടും യാത്ര പറയുന്നതാണ്. അതെ, അടുത്ത പ്രാവശ്യം എന്തായാലും വരുമ്പോ നമുക്ക് എല്ലാരും കൈവേ അടാ. ഓക്കെ, കാണാം കേട്ടാ. ഓക്കെ, ശരി, പോവാം സാറേ. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. ഭയങ്കര ആളാണ്. ഓക്കെ, അപ്പം നമുക്ക് സഹായിക്കാനായിട്ട് ജേക്കബ് സാറിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഇവിടെ എയർപോർട്ടിലൊക്കെ അത്യാവശ്യം കണക്ഷനൊക്കെ ഉള്ള ആളാണ്. പുള്ളി നമ്മളെ ഇവിടെ സഹായിക്കും എയർപോർട്ടിൽ. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നിസാമുക്ക അവിടെ വണ്ടിയിൽ ഇറങ്ങുന്നുണ്ട്. പുള്ളിയാണ് നമ്മളെ വീൽ ചെയർ അസിസ്റ്റ് ചെയ്യുന്നത്. പുള്ളിയാണ് നമുക്ക് തള്ളിക്കൊണ്ടുപോകാനായിട്ട് സാധനമേ. ഞാൻ ഓർത്ത് വല്ല എയർ ഹോസ്റ്റസുമാരായിരിക്കും എന്ന് വിചാരിച്ചു. വീൽ ചെയർ തള്ളാനായിട്ട് എയർ ഹോസ്റ്റസ് ആയിരിക്കും എന്നാ വിചാരിച്ച. പുള്ളി ഇവിടെ കാലിങ്ങനെ നേരെ ഇരിക്കുന്നോണ്ടേ പുള്ളി അത് പണിയായിരിക്കും. കാല് വെച്ചിട്ട് അതിൽ കൊണ്ടുകൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ഇച്ചിരി പണിയാണ്. പക്ഷെ അപ്പൊ നമ്മള് വീൽ ചെയറിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഗതി നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ എല്ലാവരും മാസ്ക് വെച്ചിട്ടാണ് പോണം. മാസ്ക് ഉണ്ട് കയ്യിൽ. ഞാനിപ്പോൾ നമ്മുടെ ഇതങ്ങോട്ട് എടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് 2 മണിക്കാണ് ഫ്ലൈറ്റ്, 12:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനി അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം, പതുക്കെ പോവാം. ഈ പുള്ളിയാണ് നമ്മളെ കൊണ്ടുപോകണം. ബൈ, നമുക്ക് എന്നാ നോക്കിയാ രൂപേന്ദ്ര. ഓക്കെ, പുള്ളിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നിസാമുക്കേനെ ഒരു പുള്ളി തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് അസിസ്റ്റൻസ് കിട്ടും, വീൽ ചെയർ അസിസ്റ്റൻസ് കിട്ടും. അത് നമ്മൾ നേരത്തെ വന്ന് പറയണം. നേരത്തെ വന്ന് പറഞ്ഞാലേ ഇത് കിട്ടുള്ളൂ. പിന്നെ സ്പെഷ്യലായിട്ട് പൈസ അടക്കണം. പിന്നെ അവിടെ ആളൊക്കെ വന്ന് നേരത്തെ നിൽക്കുകയൊക്കെ ചെയ്യണമെങ്കിലേ വീൽ ചെയർ കിട്ടുള്ളൂ. ഇപ്പം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കൊറോണ കാരണം എയർപോർട്ടിലൊന്നും ഒരു മനുഷ്യനില്ല. പോവാം. അതായത് നമ്മുടെ ഉണ്ണീനെ അതായത് ഞാനേ ഇല്ല ഡ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബെൽറ്റ് പുറത്തിട്ടേക്കണോണ്ടേ. അപ്പൊ പുള്ളി പറയണ ബെൽറ്റ് അകത്തിടണമെന്ന് പറഞ്ഞു. അകത്ത് വന്നിട്ട് ബെൽറ്റ് അകത്തേക്കാക്കി ഇട്ടിട്ടുണ്ട്. സംഗതി ഇവിടെ അപ്പുറത്തൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിലക്കിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മള് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് ഇതാണ്ട. അപ്പൊ ഇങ്ങനെ ഒരു റൂമിലേക്കാണ് അതെ ഇരുത്തേക്കുന്നത്. തൊട്ട് മുമ്പ് മാത്രം നമുക്ക് ഫ്ലൈറ്റിൽ കയറിയാൽ മതി. അങ്ങനെ ഒരു പരിഗണനയുണ്ട്. അതെ, അപ്പൊ സ്പെഷ്യൽ കേസുകൾക്ക് മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്നാൽ മതി. ആ സമയമാകുമ്പോൾ പോകാം. കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് വന്നാൽ മതിയായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് അല്ലേ?
കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാലും മതിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ആദ്യമായിട്ടല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ അതല്ല നീ ഇത് സ്ഥിരം പരിപാടി ഇല്ല ഒരിക്കലും താല്പര്യമൊന്നുമില്ല, ഇങ്ങനെ സുഖമൊന്നും കിട്ടുമെന്നുള്ള. ഒരിക്കലില്ല. പിന്നെ അത് മാത്രല്ല, എന്തെങ്കിലും സംശയം നമ്മളുടെ പൈലറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പുള്ളിനെ കാണിക്കണം. കാര്യം പുള്ളിയാണല്ലോ നമ്മൾ ഓടിച്ചിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. പൈലറ്റ് ചോദിച്ചാലും നമ്മൾ എന്തായാലും പോവും. വേണ്ട, അപ്പൊ ഇനി ഇവിടെ റെസ്റ്റ്. പൈലറ്റ് മലയാളി കേട്ടോ എന്നൊക്കെ പറയാം. ഇന്നലെ വരെ മലയാളി ആയിരുന്നു. അപ്പൊ നമ്മുടെ ചെക്കിങ്ങും ബോർഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അതായത് നമുക്ക് സ്പെഷ്യൽ പരിഗണന, നമ്മളെയാണ് ഏറ്റവും ആദ്യം കടത്തി വിട്ടത്. അപ്പൊ നമ്മുടെ വീൽ ചെയർ എടുക്കാൻ ആള് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു അണ്ണനാണ് Before time departure, 0 to 15 hours, Indigo Standard Time. Crew armors lights. നമ്മൾ കൊച്ചിയിൽ ഇറങ്ങി. അപ്പൊ ഈ കൊറോണയുടെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് താമസിച്ച്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിത് ബാഗ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. സംഗതി നമ്മുടെ ചെറിയ ലഗേജൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് വന്നിട്ടുണ്ടാകുന്നല്ലോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാവുന്ന അവരെല്ലാവരും കറക്റ്റായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. മീൻസ് നമുക്ക് ആ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് കാലൊക്കെ തട്ടിയും മുട്ടിയൊക്കെ ചെയ്തായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങി. നമുക്ക് ഇവിടെ നിന്നും വീൽ ചെയർ അസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വീൽ ചെയറിൽ കൊണ്ടുവന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അമൽ. അമൽ. എവിടെ സ്ഥലം? ഇവിടെ അടുത്ത കാഞ്ഞൂര്. ഓക്കെ. അമലേട്ടനുണ്ട്, പിന്നെ അത് ഒരു പുള്ളി കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുവന്നത് പേരെന്താണ്? ചിത്തൻ. എവിടെ സ്ഥലം? ഫുൾ നെയിം ഒന്ന് പറയാം. അല്ല ചുമ്മാ പറഞ്ഞോ. ചിത്തനിഷ്ടൻ. എന്താ നല്ല കിടിലം പേരല്ലേ അത്. ഈ പേര് കേൾക്കാത്ത ആൾക്കാർ പറയുമ്പോൾ ഒരു ഇതുള്ളു. സംഗതി കിടിലം പേരാ. ഇനിയിപ്പോ ഒരാളെ കൂടി എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്, അതാണ് മെയിൻ. പുള്ളി ഇപ്പോൾ വരും, പുള്ളീനെ കൂടി പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇനി ഒരാളും കൂടി ഉണ്ട്, ബിജു ചേട്ടനെ ഒന്ന് നല്ല രീതിയിൽ പരിചയപ്പെടുത്തണം. കേട്ടോ കാര്യം നമുക്ക് അവിടെ നിന്ന് അനന്തപുരിയിലത്തെ സ്റ്റാഫാണ് പുള്ളി. നമുക്ക് അവിടെ നിന്ന് ഇവിടം വരെ എന്താ പറയുക, ഞങ്ങളെ പൊന്നുപോലെ നോക്കി അല്ല കയ്യിലെടുത്ത് കൊണ്ടുവന്നാണ് പുള്ളി. എടാ പുള്ളി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. പറഞ്ഞു. അപ്പൊ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. പുറത്ത് നമ്മുടെ നിസാമുക്കനെ കൊണ്ടുപോകാനായിട്ട് പുള്ളിയുടെ അനിയൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ കൊണ്ടുപോകാനായിട്ട് സ്റ്റാലിനും എൻ്റെ അനിയനും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റാലിനും പിന്നെ അനിയൻ റോബിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇവൻ തന്നെയാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ആക്കി തന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡി ആകുമ്പോഴേക്കും പതുക്കെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് താമസിക്കും, ചിലപ്പോൾ പെട്ടെന്ന് റെഡി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ.